നിസ്കാരത്തിലും സ്വലാത്ത് വേണം. ഏത് സുന്നത്ത് നിസ്കാരം നിങ്ങൾ എടുക്കറോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹ് ചെല്ലാത്ത ഓരോ നിസ്കാരവും നിസ്കാരമേ അല്ല. ഖുതുബ നിങ്ങൾ എല്ലാവരും വെള്ളിയാസരണ്ട് കേട്ടാറ് അണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്വലാത്ത് ഖുതുബയിൽ ഖതീബ് ചൊല്ലു. അത് ആ സ്വലാത്ത് ചെന്നില്ലെങ്കിൽ അത് ഖുതുബ ആവില്ല. അത് മാത്രമാണോ? ഏത് വിഷയം എടുത്തു നോക്കിയെങ്കിലും അതില് ഉള്ള റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മദ്ഹല്ലേ. ബാങ്ക് ആവണമെങ്കിൽ നബി തങ്ങളെ പേര് ചെല്ലാണ്ട ബാങ്ക് ആവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പേര് ചെല്ലാത്ത ഒരു ഇബാദത്തും പൂർണ്ണമായ ഇബാദത്ത് ആവില്ല എന്നാണ് പണ്ഡിതന്മാർ പഠിപ്പാട്ടിയത്. എല്ലാ നല്ല കാര്യത്തെ മുന്നോലും സ്വലാത്ത് ചൊല്ലുക പ്രത്യേക സുന്നത്താണ്. നിങ്ങൾ നിസ്കരിക്കാറ് ആ നിസ്കാരം സ്വഹീഹാണോ അല്ലേ, അത് അല്ലാഹു ഖബൂലാക്കിറാണോ ഇല്ലേ, അത് രണ്ടാമത്തെ വിഷയമാണ്. നോമ്പ് അല്ലാഹു നങ്ങ പിടിച്ച നോമ്പ് അത് നോമ്പ് പോലെ ആയിരാ, അത് ക്രമം പോലെ ആയിടായില്ലേ, അത് രണ്ടാമത്തെ വിഷയമാണ്. ഞങ്ങൾ നോമ്പ് പിടിച്ചാൽ അത് ശരിയായിടായില്ലേ. ഏതൊരു നല്ല കാര്യം ഞങ്ങ കൊടുത്ത സ്വതക്ക ആ സ്വതക്ക അല്ലാഹു ഖബൂലാക്കിറാണായില്ലേ, അതൊരു വിഷയമാണ്. ഏത് അമലെടുത്ത് നോക്കറോ, ഏത് ഇബാദത്ത് എടുത്ത് നോക്കറോ അത് ഖബൂലായിടാ ഇല്ലേ, അതിലെന്തെങ്കിലും എക്സ്ട്രാ ഫിറ്റിംഗ് വന്നറാ ഇല്ലേ ചൊല്ലുടെ പേടിയുണ്ടോ? നേരെ മരിച്ച അങ്ങനെ ഒരു പേടിയും ഇല്ലാത്ത ഒരു ഇബാദത്ത് ഈ ദുനിയാവിൽ ഇന്നെങ്കിൽ അത് അസ്സലാത്തു അലൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനുഷ്യന്മാർക്ക് കാണണോണ്ട് നിങ്ങൾ ആക്കറു, കാണണ്ടാണ്ട് നിങ്ങൾ ആക്കറു. ആരെങ്കിലും നിന്റെ മദ്ഹാക്കട്ടുണ്ട് ചെന്നിട്ട് നിങ്ങൾ ചൊല്ലറു, അല്ലാണ്ട് നിങ്ങൾ ചൊല്ലറു. ഒരുത്തര സ്വലാത്തും അല്ലാഹു റിജക്ട് ആക്കില്ല കേട്ടോ. ചിലപ്പോ നിസ്കാരം റിജക്ട് ആവും, ചിലപ്പോ നോമ്പ് റിജക്ട് ആവും, ചിലപ്പോ ബാക്കി വിഷയങ്ങൾ റിജക്ട് ആവും. പക്ഷേ ഈ ദുനിയാവിൽ റിജക്ട് ആവാത്ത ഒരു വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്തും മൗലിദും മദ്ഹും അത് ഒരിക്കലും റിജക്ട് ആവാത്ത വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു തആല ധാരാളം സ്വലാത്തുകളുടെ കൂട്ടത്തിൽ പെടുത്തു മാറാവട്ടെ. വല്ലാത്ത ഒരു അത്ഭുതം ഞാൻ നിങ്ങളൊട്ടിക്ക് ചെല്ലട്ടെ. ഞങ്ങളെ കൂട്ടത്തില് കുറെ ആൾമാരുള്ളാറ് വല്ലാത്ത ഒരു ദുഃഖകര വിഷയ, ഭയങ്കര ഒരു ഞങ്ങളെ സമുദായത്തിലുള്ള ദുരന്താണ്. എന്തേ ചെന്നെങ്കിൽ എല്ലാ തിങ്കളും ഒരു വർഷത്തെ പോണെന്ന് തിങ്കളും കറക്റ്റിക്കാർ ഒരു പ്രോബ്ലം ഒഴിക്കില്ല. അതേ റബിയുള്ള ഒരു തിങ്കൾ വരുമ്പോ എന്തോ ഒരു അലർജിയാണ്, എന്തോ ഒരു അങ്ങൊരു വിപുർത്തിയാണ് തുടങ്ങുന്നത്. അങ്ങനെ വിഷയം എന്തേ ചെന്നെങ്കിൽ നബി തങ്ങളെ പേരിലുള്ള മൗലിദ് അത് ആക്കുകയോ തീറ, മങ്കൂസ് മൗലിദ് ഓതുകയോ തീറ, നബി തങ്ങളെ വിളിക്കുകയോ തീറ, ഞങ്ങൾ ലൈറ്റിംഗ് ആക്കുകയോ തീറ, മീലാദുൻ നബിയുടെ റാലി തീരെ തീറ. ഇങ്ങളെ ഫെസ്റ്റ്ഗോ ഇങ്ങ റാലി ആക്കിടാറ്, ഇങ്ങളെ ആനുവൽ ആനിവേഴ്സറിഗോ അങ്ങ ആക്കിടാറ്, എല്ലാ കാര്യക്രമവും ആക്കിടാറ്. അങ്ങനെ ഔത്തെ ഒരു വർഷത്തെ വർക്കത്തെ കാര്യക്രമ അങ്ങ ചന്തത്തിലാക്കിടാറ്, അങ്ങനെ മങ്ങിലത്തെ ആനിവേഴ്സറി അങ്ങ് ആക്കിടാറ്, അങ്ങനെ മക്കളെ കാര്യക്രമം ആക്കിടാറ്. അപ്പെന്തും അതെന്തും പ്രോബ്ലം ഇല്ല. പക്ഷേ ഞങ്ങളുടെ തടിരാണ്ടിയും ഞങ്ങളിലുള്ള സകലത്താണ്ടിയും പിർസബൈക്കട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആനിവേഴ്സറി ಬಂತು, അത് ജന്മദിന ಬಂತು ചൊന്നിട്ടു ഒരു ലൈറ്റിംഗ് ആക്കി സാത്തുകി എന്തോ ഒരു ഇളകളാണ്. ഞാൻ നിങ്ങളൊട്ടിಗೆ ഒരു വിഷയം ചൊല്ലട്ട. ഈ നൂതനവാദി അലവലാദികളൊട്ടിಗೆ ഞങ്ങൾക്ക് ചൊല്ലുകൊള്ളേ ഒന്ന് മാത്രമേ ഞങ്ങൾക്ക് ചൊല്ലുകൊള്ളൂ. എന്തേ ചെന്നിട്ടായെങ്കിൽ നിങ്ങൾ നബി തങ്ങ ചെന്ന പോലെ നിങ്ങൾ ഒരിക്കലും ആക്കണ്ട. നിങ്ങൾ നബി തങ്ങ ചെന്ന പോലെ നിങ്ങൾ ആക്കടങ്ങ ഒക്കുണ്ടായെങ്കിൽ നബി തങ്ങ വെള്ളിയാസരണ്ട് ഖുതുബ ഓതിയത് അറബി ഭാഷയിൽ. അത് ഇമാം നവവി റളിയല്ലാഹു അൻഹു ചൊന്നറു. നിങ്ങൾ പോലും റളിയല്ലാഹു അൻഹു ചൊല്ലുന്ന ആളാണ് ഇമാം നവവി. അത് അറബിയിലാണ് റസൂലുള്ളാഹി വകാന യഖ്തുബു ഫിൽ അറബിയ. അറബി ഭാഷയിലല്ലാണ്ട് നബി തങ്ങ ഖുതുബ ഓതിട്ടില്ല. നിങ്ങൾ നബി തങ്ങ ചെന്ന പോലെ നിങ്ങൾ ആക്കില്ല, നബി തങ്ങ ആക്കിയ ഫലം നിങ്ങൾ ആക്കില്ല. നബി തങ്ങ തലക്ക് തൊപ്പി വെച്ചിട്ട് ഉളുവെടുക്കുമ്പോ സമയത്ത് നബി തങ്ങളെ തലയില് അതാ തല മരച്ചിട്ട് ചെന്നിട്ട് ഹദീസാണ്. നിങ്ങൾക്കത് സുന്നത്തല്ല. നിങ്ങൾ നബി തങ്ങ ചെന്ന പോലെ ആക്കിട ആൾമാരല്ല. ഇനിയോ സ്വഹാബിങ്ങ ചെന്ന പോലെ നിങ്ങൾ ആക്കിടാറാക്കില്ല. ഉമർ റളിയല്ലാഹു അൻഹു ഇരിയറക്കാത്ത് നിസ്കരിച്ചിട്ട് നിങ്ങൾ നിസ്കരിക്കില്ല ഞങ്ങൾ ഒന്നുണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നറു ഏതൊരു പെണ്ണുകും വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന, അവള് പള്ളിക്ക് വരണ്ട, ഔത്തവൾക്ക് നിസ്കരിക്കരുത്, അവൾക്ക് എത്രമായാറ കൂലി കിട്ടുന്ന വിഷയമാണ് ചൊന്നിട്ടു. നബി തങ്ങ ചൊന്നറു നിങ്ങൾ നബി തങ്ങ ചൊന്ന പോലെ നിങ്ങൾ ആക്കില്ല. വബുയൂതുഹുന്ന ഖൈറുല്ലഹുന്ന ഇമാം അബൂദാവൂദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ആക്കിയ ഹദീസ് അല്ലേ? അല്ലേ ഹദീസല്ലേ? അത് ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു ചൊന്നത് അല്ലല്ലേ? ഇനി നിങ്ങൾ അത് ചൊന്ന പോലെ നിങ്ങൾ ആക്കില്ല ഞങ്ങൾ ഗൊന്തുണ്ടു. നിങ്ങൾ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ചൊന്ന പോലെ നിങ്ങൾ ആക്കില്ല ഞങ്ങൾ ഗൊന്തുണ്ടു.
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു സുബൈക്ക് ഖുനൂത്ത് ഓതിയോണ്ടിന്ത് പക്ഷേ നിങ്ങൾ അതാക്കില്ല നിങ്ങൾ ഗൊന്തുണ്ടു നിങ്ങൾ അകത്തെത്തുക ഇമാം നവവി റളിയല്ലാഹു അൻഹുടെ രണ്ടാം ഷാഫി ഉണ്ട് നിങ്ങൾ ചെൽഡാറ് ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ പകൽഡാറ് പക്ഷേ ഇമാം നവവി ചെന്ന പോലെയും നിങ്ങൾ ആക്കിയോണ്ടില്ല എന്തേ കാരണം ഇമാം നവവി റളിയല്ലാഹു അൻഹു ചെന്ന് ഓരോ സുന്നത്തുകളും തലക്ക് തോപ്പി വെയ്ക്കുന്നതടക്കം അതേപോലെ ഖുനൂത്ത് ഓതുന്നതടക്കം ഇരിയറക്കാതെ തറാവി നിസ്കരിക്കുന്നതടക്കം നെഞ്ഞിരക്കിയിൽ കൈ കെട്ടതടക്കം നങ്ങാനാക്കിയോണ്ടുള്ളേ സുന്നത്ത് ജമാഅത്തുകാരന്മാരാണ് നിങ്ങൾ ആക്കിയോണ്ടില്ല ഞങ്ങൾ ഗൊന്തുണ്ടത് കൺഫേം ആണ് നിങ്ങൾ ഇമാമിങ്ങ ചെന്ന പോലെ ആക്കിടങ്ങല്ല നിങ്ങൾ സ്വഹാബിങ്ങ ചെന്ന പോലെ ആക്കിടങ്ങല്ല നിങ്ങൾ താബിയിങ്ങ ചെന്ന പോലെ ആക്കിടങ്ങല്ല നിങ്ങൾ ഖുർആൻ ചെന്ന പോലെയും നിങ്ങൾ ആക്കിയോണ്ടില്ല നിങ്ങൾ ചെൽഡാറ് ഖുർആൻ ചെന്ന പോലെ നിങ്ങൾ ആക്കിട് ഖുർആനിലുണ്ടോ ഹദീസിലുണ്ടാണ് നിങ്ങൾ കേൾക്കടാറ് പക്ഷേ ഖുർആൻ ചൊന്തു എന്ത്ര ചൊന്തു ഖുർആൻ അതാ സുബ്ഹാനല്ലാഹ് ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫല്യഫ്റഹു ഹുവ ഖൈറൻ മിമ്മാ യജ്മഊൻ നിങ്ങൾ ഈ ദുനിയാവിൽ വെച്ചിട്ട് നിങ്ങൾ ഒരുമിച്ച് കൂടേ ഏതെങ്കിലും ഒരു സഭ സമാരംഭം ഇന്നെങ്കിൽ അതിൽ വെച്ചിട്ട് ഏറ്റവും ഖൈറായ സഭ സമാരംഭം നബി തങ്ങളെ പേരിലുള്ളതാണ് കേട്ടോ ഖുർആനാണ് ചെണ്ടേ ഇത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചെന്നതാണ് നിങ്ങൾ ചൊന്നുകൊണ്ടുള്ളേ ഇബ്നു അബ്ബാസ് സ്വഹാബിയാണ് നിങ്ങൾക്ക് സ്വഹാബിങ്ങ വേണ്ട നിങ്ങൾക്ക് അതാ ഹദീസ് വേണ്ട നിങ്ങൾക്ക് നബി തങ്ങ വേണ്ട നിങ്ങൾക്ക് ഒരു ഇമാമിങ്ങളും വേണ്ട ഞങ്ങൾ ധൈര്യത്തിൽ ചെന്നുകൊണ്ടുള്ള ഇബ്നു തൈമിയല്ലേ നിങ്ങളെ നേതാവല്ലേ നിങ്ങൾ റഹ്മത്തുള്ളാഹി അലൈഹിന്റെ ചെണ്ട ആളല്ലേ അയാള് ചൊന്തോ മെരിച്ചങ്ങളെ പേരില് ചോറ് കൊടുക്കറോ സ്വതക്കാക്കറോ അത് നല്ല വിഷയ ചെന്നിട്ട് അയാള് ചൊന്തു നിങ്ങളെ നേതാവ് ചെന്ന പോലെങ്കിലും നിങ്ങൾ കേൾക്കണ്ടേ നിങ്ങൾ നബി തങ്ങ ചെന്ന പോലെ നിങ്ങൾ കേൾക്കണ്ട അല്ല ചെന്ന പോലെ നിങ്ങൾ കേൾക്കണ്ട നിങ്ങളത് ദീനുൽ ഇസ്ലാം അല്ല നിങ്ങൾ കൊണ്ടുണ്ടു നിങ്ങളെ നേതാക്കന്മാരെ ചെന്ന പോലെ ആക്കറോ വേണ്ട ഇബ്നു തൈമിയ തല്ല് പലയാളായി പോയിട്ട് എല്ലാം ഇൽമുള്ള ആളായി പോയിട്ട് നിങ്ങ മറക്കാവാത്ത ഇപ്പൊ ഇത്തീച്ചക്ക് 10-20 വർഷം മുന്നോല് ജീവിച്ചിട്ടിരുന്ന KM മൗലവിയില്ലേ ആ KM മൗലവിയല്ലേ നിങ്ങൾ ഖുർആൻ ഓതണ്ട നിങ്ങളെ സലഫി പത്രിക ഇർഷാദ് എടുത്തു നോക്കറോ നിങ്ങളെ സലഫി പത്രിക മുർഷിദ് എടുത്തു നോക്കറോ അതിലുള്ള പോലെ ആക്കറോ ചങ്ങായിമാരെ നിങ്ങൾ അതിലുള്ള പോലെ ആക്കറോ നിങ്ങൾ ഖുർആനിൽ ഇന്ന പോലെ ആക്കണ്ട ആ നിങ്ങളെ സലഫി പത്രികയില് നിങ്ങളെ ടോപ്പ് ലീഡറായ KM മൗലവി എഴുതി വെച്ചില്ലേ മൗലിദ് സദസ് നബി തങ്ങളെ പേരിലുള്ള മജ്ലിസ് അത് ആക്കണോ എവിടെ ആക്കണോ അത് കില്ലൂരിലാക്കണോട്ടല്ല ചെന്ന് വെൽത്തങ്ങടി താലൂക്കിലാക്കണോട്ടല്ല ചെന്ന് ദക്ഷിണ കന്നഡ ജില്ലയിലാക്കണോട്ടല്ല ചെന്ന് കർണാടകത്തിലാക്കണോട്ടല്ല ചെന്ന് ഇന്ത്യത്തിലാക്കണോട്ടല്ല ചെന്ന മോമിനിങ്ങളെ മശ്രിക്ക് മഗ്രിബിലേക്കുള്ള ദുനിയാവുടെ മോമിനിങ്ങളെ എവിടെല്ലാം ഉള്ളാറോ അവിടെ എല്ലാം നബി തങ്ങളെ മൗലിദ് ആക്കണം നബി തങ്ങളെ പേരിലുള്ള സദസ്സാക്കണം അങ്ങനെ ആക്കം എന്തോടോ അങ്ങനെ ആക്കുമ്പോൾ ആ യുമിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ ഈ ദുനിയാവിൽ നിങ്ങൾ നബി തങ്ങളെ സ്നേഹിക്കണോണ്ട് ചെന്നല്ലേ ആ സ്നേഹിക്കണോണ്ട് ചെൽഡേ ആ ഹദീസരെ പരമാർത്ഥ സാർത്ഥക്കാവുകൊണ്ടാണ് ആര് ചെൽഡേ നബി തങ്ങ ചെന്നരല്ല ആരോ ഇമാമിങ്ങൾ ചെന്നതല്ല ഇമാം സുയൂത്തി അത് മുഞ്ഞാണ്ട് വന്നാല് അത് മുഞ്ഞാണ്ട് 300 വർഷം മുന്നോല് വന്നാല് ഹിജ്റ 900 വന്ന് വഫാത്തായി പോയ ആള് അയാള് ചെന്നത് തെളിവാവില്ലാണ്ടല്ലേ നിങ്ങൾ ചെൽഡ് എങ്കിൽ അത് ഇമാം സുയൂത്തി ചെന്നതല്ല അത് നബി തങ്ങൾ ചെന്നതല്ല അത് ഇമാം ഷാഫി ചെന്നതല്ല നിങ്ങളെ നേതാവ് ചെന്നതാണ് ഓ മനുഷ്യന്മാരെ സലഫികള് മുജാഹിദികളെ ജമാ മുജാ എല്ലാ സംഘടനകളൊട്ടിയും ചെന്നോണ്ടുള്ളേ നിങ്ങളെ നേതാക്കന്മാരെ നിങ്ങൾ ചെന്ന പോലെ ആക്കറൂ നിങ്ങളെ മുർഷിദ് ഒന്ന് എടുത്തു നോക്കറൂ നിങ്ങളെ പുടവാച്ചളുടെ നിങ്ങളെ പത്രിക സലഫി പത്രിക ചൊന്തു ഇസ്ലാം ഏതുണ്ട് ചൊന്തു ഇപ്പൊ 1950 പിന്നെ ഞങ്ങളെ പെണ്ണിങ്ങാണ് ഇതാ കേരളത്തെ ഒതായി പള്ളിയിൽ വെച്ചിട്ട് ഒരു ആമിനക്കുട്ടിയും ഒരു ഖദീജ കുട്ടി ചെല്ല് 2 പെണ്ണുങ്ങളെ ഹിസ്റ്ററിയിൽ വെച്ചിട്ട് ഫസ്റ്റ് പള്ളിയിൽ കിടത്തിയ നങ്ങാണ്ടാണ് നിങ്ങൾ ചെല്ല് റൈറ്റ് അത് നിങ്ങൾ ചെല്ലുന്ന സമയമേ ഐക്യമൊന്നോലോ 1400 വർഷത്തെ ഹിസ്റ്ററിയിൽ ഒരു മുഅ്മിനീങ്ങളും പള്ളിക്ക് പെണ്ണുങ്ങളെ വിളിച്ചോണ്ട് പോയിട്ടില്ല കേട്ടോ ഇപ്പൊ 50 വർഷത്തിൽ പിന്നെ വന്ന ദീനാണ് നിങ്ങളെ ദീൻ ആ ദീനെ ഞങ്ങൾക്ക് അകറ്റയില്ല ഞങ്ങൾക്കുള്ള ദീൻ
ഞങ്ങൾക്ക് അകത്തുള്ള ദീൻ അത് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു കാട്ടിത്തന്ന ദീനാണ്. ഇമാം നവവി റളിയല്ലാഹു അൻഹു കാട്ടിത്തന്ന ദീനാണ്. ഞങ്ങൾക്ക് ബേനായെ സ്വഹാബിയെ കാട്ടിത്തന്ന ദീനാണ്. ഞങ്ങൾക്ക് ബേനായെ റസൂലുള്ളാഹി കാട്ടിത്തന്ന ദീനാണ്. അതല്ലാണ്ട് ഞങ്ങൾക്ക് നിങ്ങളെ ദീന്റെ അകത്തില്ല. നിങ്ങ ഒരു സ്വറാക്കറോ നിങ്ങ നബി തങ്ങ ചെന്ന പോലെ കേൾക്കണ്ട. നിങ്ങൾ കേൾക്കുക സാധ്യമില്ല. നിങ്ങൾ തൊപ്പി വീക്കുക സാധ്യമില്ല. നിങ്ങൾക്ക് തലക്കെട്ട് കെട്ടൊക്കെ നിങ്ങളെ കൊണ്ട് സാധ്യമില്ല. നിങ്ങൾ അതാക്കണ്ട. ഖുർആൻ ചെന്ന പോലെ നിങ്ങൾ ആക്കില്ല. ഫബിദാലിക